കേരള സർവകലാശാലയിൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ച വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. രജിസ്ട്രാർ അനിൽകുമാറിന് ശമ്പളം നൽകരുതെന്ന ഉത്തരവ് നടപ്പിലായി. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ല എന്നാണ് വിസിയുടെ നിലപാട്. കൂടുതൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കാൻ നോക്കുകയാണ് വിസി മോഹനൻ കുന്നുമ്മൽ. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, സിൻഡിക്കേറ്റ് ആണല്ലോ തീരുമാനിക്കേണ്ടത്. സിൻഡിക്കേറ്റിനാണ് പൂർണ്ണ അധികാരം രജിസ്ട്രാറെ നിയമിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായിരുന്നു. KS അനിൽകുമാർ രജിസ്ട്രാർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ. അപ്പോൾ അത്തരത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു നിലപാടിലേക്കാണ് വിസി കടക്കുന്നത്. ഇപ്പോഴിതാ KS അനിൽകുമാറിന്റെ ശമ്പളം നൽകരുതെന്ന ഉത്തരവ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് വിസി. തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികാര നടപടി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്തു നിന്നും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. കാരണം നമുക്കറിയാം, രജിസ്ട്രാർ KS അനിൽകുമാറിനെ അദ്ദേഹം വിസി അംഗീകരിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ, സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി വിസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് ശമ്പളം നൽകേണ്ട ദിവസമായിട്ടും ശമ്പളം നൽകാതിരിക്കാനുള്ള നടപടികൾ, അത്തരത്തിലുള്ള നീക്കങ്ങളാണ് പ്രധാനമായും വിസി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽകുമാറിന് ശമ്പളം നൽകരുത് എന്നുള്ള ഉത്തരവ് അത് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മാസത്തെ ശമ്പളം അദ്ദേഹത്തിന് ഇതുവരെയായി നൽകാത്തൊരു സാഹചര്യമാണ്. 2 ശമ്പള പട്ടികയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ല എന്നുള്ളതാണ് വിസിയുടെ നിലപാട്. പക്ഷേ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും അദ്ദേഹത്തെ തിരികെ സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരികെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നുള്ളത് സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ വിസി തയ്യാറാകാത്തൊരു സാഹചര്യം. ഏതായാലും കോടതി വിധി വരുന്ന ചൊവ്വാഴ്ച ഉണ്ടാകാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വിസിയുടെ ഭാഗത്തു നിന്നും തുടരുന്നത്. കോടതി വിധിക്ക് ശേഷം തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിലിപ്പോൾ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം. കഴിഞ്ഞ 2 മാസമായി അദ്ദേഹത്തിന്റെ ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ വിസിയുടെ ഈ നടപടി, കാരണം സിൻഡിക്കേറ്റാണ് ഈ രജിസ്ട്രാറെ നിയമിക്കേണ്ടത്. രജിസ്ട്രാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതും അതും സിൻഡിക്കേറ്റിൻ്റെ വിവേചനാധികാരമാണ്. എന്നിരിക്കെയാണ് ഇപ്പോൾ കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വിസി ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. നോക്കൂ ഷീജ, ഇത് ചട്ടവിരുദ്ധമാണ്, സർവകലാശാല ചട്ടവിരുദ്ധ പ്രവർത്തനമാണ് താൻ ചെയ്യുന്നത് എന്ന് അറിയാതെയല്ല വിസി ഇത്തരത്തിലുള്ള നടപടികളൊക്കെയും ചെയ്യുന്നത്. ഒരു പ്രതികാര മനോഭാവമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രണ്ടും രണ്ട് ചേരിയിലാണ് എന്ന രീതിയിലാണ് കേരള സർവകലാശാലയിലെ ഭരണത്തെ പോലും സ്തംഭിപ്പിച്ചുകൊണ്ട് വിസി മോഹനൻ കുന്നുമ്മലിന്റെ ഇടപെടൽ. രജിസ്ട്രാർ സ്ഥാനത്ത് KS അനിൽകുമാർ തുടരുന്ന ഒരു സാഹചര്യം. പക്ഷെ അത് അദ്ദേഹത്തെ രജിസ്ട്രാർ സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളത് അംഗീകരിക്കുവാൻ ഇതുവരെ വിസി തയ്യാറാകാത്തൊരു ഘട്ടമുണ്ട്. പക്ഷെ ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഉത്തരവാദിത്വം വിസിക്കുണ്ട്. പക്ഷേ വിസി മോഹനൻ കുന്നുമ്മലാകട്ടെ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള പ്രതികാര നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിസി സർവകലാശാലയിൽ കയറുന്ന രജിസ്ട്രാറുടെ അതായത് രജിസ്ട്രാർ എന്നും സർവകലാശാലയിൽ എത്താറുണ്ട്. ആ രീതിയിൽ രജിസ്ട്രാർ ഇവിടെ സർവകലാശാലയിൽ കയറ്റരുത് എന്നുള്ളൊരു നിർദ്ദേശം സെക്യൂരിറ്റി ജീവനക്കാർക്ക് നൽകുന്നു. പക്ഷെ അത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പാലിക്കുന്നില്ല. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫയൽ ആക്സസ് അത് ഇല്ലാതാക്കുന്ന ഒരു നടപടി സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വിസിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പക്ഷെ കോടതിയിൽ നിന്നുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകുന്നത് വരെ പോലും കാക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടി തുടരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. ശരി, ഏതായാലും കേരള സർവകലാശാലയിൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ പുതിയ ഉത്തരവ്. രജിസ്ട്രാർ അനിൽകുമാറിന് ശമ്പളം നൽകരുതെന്ന ഉത്തരവ് നടപ്പിലായി. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ല എന്നാണ് വിസി മോഹനൻ കുന്നുമ്മലിന്റെ നിലപാട്.